കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ അത്ര സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. സ്നോമാനൊന്നും ആക്കാനൊന്നും കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വലിയ സീനൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, കുറച്ചാഴ്ചയായിട്ട് ഭയങ്കര സ്നോ ആണ്. പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ നമ്മുടെ കിച്ചൺ എന്നുള്ള വ്യൂ ആണ്. നല്ല രസമാണ്. പക്ഷേ പുറത്ത് കാണുന്ന അത്രയും സുഖമില്ല കേട്ടോ അകത്ത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു നെയ്പ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നെയ്പ്പത്തല്ലിയ എന്നാണ് പറയുക കാസർഗോഡ്. അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറ്റി പിടിച്ചാണ് ഇപ്പോൾ ഇന്ന് ഞാൻ നെയ്പ്പത്തല്ലി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പുട്ടുപൊടിയിലോട്ട് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മിക്സാക്കി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയും സവാളയും കുറച്ച് ജീരകവും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക, അരച്ചെടുക്കുക, വെള്ളം ചേർക്കാതെ. ഇനി അതിനെ ഈ മിക്സിലോട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിനെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി പ്രസ് ചെയ്ത് പൂരിയൊക്കെ ആക്കുന്ന പോലെ തന്നെ എണ്ണയിലോട്ടിട്ട് കോരിയെടുക്കുക. ഇത് സാധാരണ നമ്മൾ ചപ്പാത്തി പ്രസ്സറൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ പ്രസ് ചെയ്താൽ നമുക്ക് ഇതുപോലെ പൂരി കിട്ടില്ല. പകരം നമ്മൾ എന്തെങ്കിലും തുണിയിൽ വേണം ഇത് പ്രസ് ചെയ്തെടുക്കാൻ. നമ്മൾ രണ്ടിലും ചെയ്ത് നോക്കി, നന്നായി വരുന്നത് തുണിയിൽ പ്രസ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ നെയ്പ്പത്തില്ല എന്ന് പറയുന്നത് ചെറിയ സൈസിൽ പാനിപൂരിയൊക്കെ പോലെ ഇങ്ങനെ പൊങ്ങി വരും എണ്ണയിലോട്ടിടുമ്പോൾ. ഇതൊരു കർണാടക ബോർഡറിലോട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന നെയ്പ്പത്തല് ഈ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, കാണുമ്പോഴുള്ള ലുക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഇതിന് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറി തന്നെയാണ്. തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിക്കൻ കറി ഇല്ലാത്തതുകൊണ്ട് സോയാബീൻസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. പക്ഷെ കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് വേസ്റ്റ് കളയാൻ വന്നതാണ്. വേസ്റ്റ് ഇടുന്ന കണ്ടെയ്നേഴ്സൊക്കെ സ്നോയിൽ മുങ്ങിക്കിടക്കാണ്. ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടോ, ഫുള്ള് സ്നോ ആണ്. വേസ്റ്റ് കളയാൻ വരുന്നതും സത്യത്തിലൊരു ചടങ്ങാണ്. കാരണം ജാക്കറ്റൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് മൊത്തത്തിൽ സെറ്റായി വേണം വേസ്റ്റ് കളയാൻ കൂടി വരാൻ. മുമ്പുള്ള പാർക്കിലൊക്കെ സാധാരണ വിൻ്ററായാലും കുട്ടികളൊന്നും കളിക്കാറില്ല. പിന്നെ ഹെവി സ്നോ ആണെങ്കിൽ സ്നോമാനൊക്കെ ഉണ്ടാക്കാനൊക്കെ വരും. ഇവിടെ ഇപ്പോൾ സ്നോ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഇല്ല. പിന്നെ വിൻ്ററായി കഴിഞ്ഞാൽ കൂടുതലും കുട്ടികൾ ഇൻഡോർ ഗെയിംസൊക്കെയാണ് കളിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സ്നോ ഡേയുടെ വിശേഷം. ഞാൻ കുറച്ച് സ്നോയുടെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.